ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള സർവീസ് റൂൾസ് അതിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2021 ജൂലൈ നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നിങ്ങളിപ്പോൾ അക്കൗണ്ട് ടെസ്റ്റ് ലോവറോ അല്ലെങ്കിൽ അക്കൗണ്ട് ടെസ്റ്റ് ഹയറോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റോ ഏത് പരീക്ഷയാണ് എഴുതുന്നതെങ്കിലും ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കേരള സർവീസ് റൂൾസിൻ്റെയൊക്കെ ഏത് തരത്തിലുള്ള പരീക്ഷയ്ക്കും ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് നമ്മൾ ഒരേ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ആയിട്ട് പരിചയിച്ചിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ലോവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ഹയറിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ പരിചയിക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ലെസൺസ് ഒക്കെ കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുക. അപ്പോൾ എൻ്റെ ട്രഷറി കോഡിൻ്റെ ക്ലാസ്സുകൾ, അക്കൗണ്ട് കോഡിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ ഫിനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ്സുകൾ അതൊക്കെ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യം, when an officer under suspension is finally dismissed with a retrospective effect from the date of suspension, the subsistence allowance already paid to him. നമുക്കറിയാം സർക്കാർ സർവീസിൽ സസ്പെൻഷനിൽ ആകുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് സർക്കാർ നൽകുന്നതാണ് സബ്സിസ്റ്റൻസ് അലവൻസ്, ഉപജീവന ബത്ത എന്ന് പറയും. അവർ വാങ്ങുന്ന ശമ്പളത്തിൻ്റെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ പകുതി വെച്ച് കണക്കാക്കിയിട്ടാണ് അത് നൽകുന്നത്. അപ്പോൾ പിന്നീട് ഉള്ള വകുപ്പ് തല അന്വേഷണത്തിൽ ഇവർ യഥാർത്ഥത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ പിന്നെ അവരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഈ ഉപജീവന ബത്ത അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് അലവൻസ് റിക്കവർ ചെയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഷാൽ നോട്ട് ബി റിക്കവേർഡ്. എന്ന് പറഞ്ഞാൽ ഇത്തരം സബ്സിസ്റ്റൻസ് അലവൻസുകൾ ഒരിക്കലും സർക്കാർ റിക്കവർ ചെയ്യാറില്ല. രണ്ടാമത്തെ ചോദ്യം, ചൈൽഡ് അഡോപ്ഷൻ ലീവ് ഈസ് ഗ്രാൻഡഡ് അപ് ടു എ മാക്സിമം പീരീഡ് ഓഫ്. ചൈൽഡ് അഡോപ്ഷൻ ലീവിൻ്റെ മാക്സിമം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം പീരീഡ് ഓപ്ഷൻ ഡി 180 days ആണ്. മൂന്നാമത്തേത്, കോമ്പൻസേഷൻ ലീവ് ഈസ് നോട്ട് അഡ്മിസിബിൾ ടു ഹെഡ് ഓഫ് ഓഫീസ്, ഗസറ്റഡ് ഓഫീസേഴ്സ്, ക്ലാസ് 4 ഓഫീസേഴ്സ്. ഇവർക്കൊന്നും കോമ്പൻസേഷൻ ലീവ് അഡ്മിസിബിൾ അല്ല. നൺ ഓഫ് ദ എബോവ് ആണ് ആൻസർ. നാലാമത്തേത്, ഇഫ് ആൻ ഓഫീസർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ആൻ ഔട്ട് സ്റ്റേഷൻ ദ ജേർണി ഓൺ ട്രാൻസ്ഫർ വിൽ ബിഗിൻ ഫ്രം. അത് അദ്ദേഹത്തിൻ്റെ റെസിഡൻസിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഓപ്ഷൻ ബി, ഹിസ് റെസിഡൻസ്. അഞ്ചാമത്തെ ചോദ്യം, an officer in foreign service was reverted to his parent department as per order dated 23rd January 2019 and was relieved from foreign service on 31st January 2019. He took charge in the parent department on 5th February 2019. His reversion from foreign service shall take effect from. അപ്പോൾ അദ്ദേഹം ഫോറിൻ സർവീസിൽ നിന്ന് വന്ന് അദ്ദേഹം ആ ചാർജ് എടുക്കുന്ന ഡേറ്റിലാണ് അത് എഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 5th February 2019. 5th February 2019 അദ്ദേഹം ചാർജ് എടുക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ് മുതലാണ് അത് എഫക്റ്റീവ് ആവുന്നത്. ആറാമത്തെ ചോദ്യം, ഇഫ് എൻ എംപ്ലോയി ഡൈസ് വൈൽ ഇൻ സർവീസ് ഹിസ് സർവീസ് ബുക്ക് ഷാൽ ബി റിറ്റെയിൻ ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ്. ഇത് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് എത്ര നാൾ സർവീസിൽ വെച്ച് മരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ സർവീസ് ബുക്ക് എത്ര നാൾ സൂക്ഷിച്ചു വെക്കണമെന്നാണ്. ഓപ്ഷൻ എ 25 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഓഫ് ദ എംപ്ലോയി. ഉണ്ടോ, അദ്ദേഹം മരിച്ച ആ തീയതി മുതൽ 25 വർഷത്തേക്ക് സൂക്ഷിച്ചു വെക്കണമെന്നാണ്. ഏഴാമത്തെ ചോദ്യം, ദ മാക്സിമം ഏൺഡ് ലീവ് ദാറ്റ് ക്യാൻ ബി ഏൺഡ് ബൈ പ്രൊവിഷണൽ എംപ്ലോയീസ് ഇൻ എ ഇയർ. പ്രൊവിഷണൽ എംപ്ലോയീസിൻ്റെ കേസിൽ ഒരു വർഷം അവർക്ക് മാക്സിമം ഏൺ ചെയ്യാൻ കഴിയുന്നത് 15 ദിവസമാണ്. ഓപ്ഷൻ എ. എട്ടാമത്തെ ചോദ്യം, നോർമലി ഡെയിലി അലവൻസ് കനോട്ട് ബി ഡ്രോൺ ഫോർ മോർ ദാൻ ഡാഷ് ഡേയ്സ് ഓഫ് ഹോൾട്ട് അറ്റ് ദ സെയിം പ്ലേസ്. അപ്പോൾ ഒരേ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഹോൾട്ട് 10 ദിവസത്തിലധികമായാൽ നോർമലി ഡെയിലി അലവൻസ് കിട്ടില്ല. പിന്നെ അത് സ്പെഷ്യൽ കേസുകളിലാണ് അത് അനുവദിക്കുന്നത്. അതൊക്കെ എന്താണെന്ന് ഞാൻ എൻ്റെ ഡെയിലി അലവൻസ് എന്നുള്ള വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 10 days എന്നാണ്. ഒമ്പതാമത്തെ ചോദ്യം, റേറ്റ്സ് ഓഫ് ലീവ് സാലറി ആൻഡ് പെൻഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഗവൺമെൻറ് എംപ്ലോയീസ് ഡെപ്യൂട്ടഡ് ഓൺ ഫോറിൻ സർവീസ് ആർ ഡിറ്റർമിൻഡ് ബൈ. ഇത് ആരാണ് തീരുമാനിക്കുന്നതെന്നാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഗവൺമെൻറ് തന്നെയാണ് അതിൻ്റെ റേറ്റ്, ലീവ് സാലറിയുടെ റേറ്റ് തീരുമാനിക്കുന്നത്. പത്താമത്തെ ചോദ്യം, ഇൻസെൻറ്റീവ്സ് ഫോർ എ മെറിറ്റോറിയസ് സർവീസ് ആർ ഗിവൻ ടു. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, നോൺ ഗസറ്റഡ് എംപ്ലോയീസിനാണ് അത് കൊടുക്കുന്നത്, മെറിറ്റോറിയസ് സർവീസിനുള്ള ഇൻസെൻറ്റീവ്സ്. പതിനൊന്നാമത്തെ ചോദ്യം, പീരിയഡ് ഓഫ് ഓവർസ്റ്റേൽ ഓഫ് ജോയിനിങ് ടൈം ഓഫ് ആൻ ഓഫീസർ മേ ബി റെഗുലറൈസ്ഡ് ബൈ ഗ്രാൻഡിങ്
അപ്പോൾ ഓവർ സ്റ്റേയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സാധാരണ അത് റെഗുലറൈസ് ചെയ്യുന്ന അദ്ദേഹത്തിന് എലിജിബിൾ ലീവ് കൊടുത്തുകൊണ്ടാണ്. അദ്ദേഹം അധികമായിട്ട് നിൽക്കുന്ന ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിലുള്ള എലിജിബിൾ ലീവ് കൊടുത്തുകൊണ്ടാണ് അത് റെഗുലറൈസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി എലിജിബിൾ ലീവ്. 12ാമത്തെ ചോദ്യം, ഇഫ് an employee retires on superannuation before his pension is fixed, he may be granted. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വരാൻ ഡിലേ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്നത് ആൻറ്റിസിപ്പേറ്ററി പെൻഷനാണ്. സൂപ്പറാനുവേഷൻ്റെ കേസിലാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആൻറ്റിസിപ്പേറ്ററി പെൻഷൻ. 13ാമത്തെ ചോദ്യം, എ ഗ്രേഡ് 1 ഓഫീസർ on transfer journey by train from Palakkad to Trivandrum was accompanied by his wife. A grade 4 officer, the rate of rail fare admissible to his wife is. കണ്ടോ, അപ്പോൾ ഗ്രേഡ് 1 ഓഫീസർ കൂടെ അദ്ദേഹത്തിൻ്റെ വൈഫ് അക്കമ്പനി ചെയ്യുന്നുണ്ട്. ഗ്രേഡ് 4 ഓഫീസറുടെ കേസിൽ അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ദ റേറ്റ് അഡ്മിസിബിൾ ടു ദ ഗ്രേഡ് 1 ഓഫീസർ. ഗ്രേഡ് 1 ഓഫീസർക്ക് കിട്ടുന്ന അതേ റേറ്റ് തന്നെയാണ് ഈ കേസിൽ ഗ്രേഡ് 4 ഓഫീസർക്കും കിട്ടുന്നത്. 14ാമത്തെ ചോദ്യം, ദ കോമ്പിറ്റന്റ് അതോറിറ്റി ടു വിത്ത്ഹോൾഡ് പെൻഷൻ ഈസ്. പെൻഷൻ നമുക്ക് തടഞ്ഞു വയ്ക്കാനുള്ള അധികാരമുള്ളത് ഓപ്ഷൻ എ ഗവൺമെൻറ്റിന് മാത്രമാണത്. 15ാമത്തെ ചോദ്യം, ടെർമിനൽ സറണ്ടർ ഓഫ് എൻഡ് ലീവ് ഈസ് നോട്ട് പെർമിസിബിൾ ഇഫ് ദ ഓഫീസർ റിട്ടയേഴ്സ് ഓൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം റിസൈൻ ചെയ്യുന്ന സന്ദർഭങ്ങൾ. ഓപ്ഷൻ ഡി റെസിഗ്നേഷൻ ആണ്. അദ്ദേഹം റിസൈൻ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ടെർമിനൽ സറണ്ടർ ഓഫ് എൻഡ് ലീവ് അനുവദിക്കാറില്ല. 16ാമത്തെ ചോദ്യം, an officer should be on tour outside 8 kilometers from his headquarters for dash days in a month in order to claim full amount of PTA, permanent traveling allowance. അത് അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹം മിനിമം 15 ദിവസം തന്നെയെങ്കിലും ഹെഡ് ക്വാർട്ടേഴ്സിന് പുറത്തായിരിക്കണം. ഓപ്ഷൻ ഡി 15 ഡേയ്സ് എന്നാണ്. 17ാമത്തെ ചോദ്യം, വിത്ത് എഫക്ട് ഫ്രം 1st July 2004, എ പെൻഷനർ എലിജിബിൾ ഫോർ ഫുൾ പെൻഷൻ on revision of pension will get at least dash of the minimum of the revised scale of pay of the post from which he retired. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 50% ആണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് 50% ആണ്. റിവൈസ്ഡ് സ്കെയിലിൻ്റെ മിനിമത്തിൻ്റെ 50% അദ്ദേഹത്തിന് ലഭിക്കുന്നത്. 18ാമത്തെ ചോദ്യം, എ ഫീമെയിൽ ഓഫീസർ വാസ് ഗ്രാൻഡഡ് ഹാഫ് പേ ലീവ് ഫോർ 40 days ആൻഡ് LWA ഫോർ 15 days in continuation of maternity leave. The LWA availed in this case. അപ്പോൾ മെറ്റേണിറ്റി ലീവിനോട് ചേർന്ന് എടുക്കുന്ന LW ആണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദാറ്റ് വിൽ കൗണ്ട് ഫോർ ഇൻക്രിമെൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് LW എടുത്തു എന്ന് കരുതി ഇൻക്രിമെൻറ്റ് ലഭിക്കാതിരിക്കില്ല. ദാറ്റ് വിൽ കൗണ്ട് ഫോർ ഇൻക്രിമെൻറ്റ്. 19ാമത്തെ ചോദ്യം, an officer drawing ₹48,000 in the scale of ₹40,500 to 85,000. 40,500 മുതൽ 85,000 വരെ ലഭിക്കുന്ന സ്കെയിലിൽ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ബേസിക് പേ തന്നിട്ടുണ്ട് 48,000 ആണ്. വിത്ത് എഫക്ട് ഫ്രം 1st April 2018 വാസ് അപ്പോയിൻറ്റഡ് ടു ഒഫീഷിയേറ്റ് ഇൻ ദ സ്കെയിൽ ഓഫ് റുപ്പീസ് 45,800 മുതൽ 89,000 വരെയുള്ള സ്കെയിലാണ്. ഓൺ 14th January 2019. അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിച്ചിരിക്കുന്ന തീയതിയാണ് കൊടുത്തിരിക്കുന്നത് 14/1/2019. വാട്ട് വിൽ ബി ഹിസ് പേ ഓൺ 14th January 2019 and 1st April 2019? When will he get his first increment in the higher scale? കണ്ടോ, ഇത് പേ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പേ ഫിക്സേഷൻ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ അതൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. അപ്പോൾ അത് മറ്റൊന്നുമല്ല, 48,000 നിന്ന് അദ്ദേഹത്തിന് 2 ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ അത് ഓപ്ഷൻ എ 50,400 അദ്ദേഹത്തിന് 14/1/2019 ലഭിക്കുക. പിന്നെ 1/4/2019 അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ഇൻക്രിമെൻറ്റ് മാറില്ല. അപ്പോൾ 1/4/2019 എത്തുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു ഇൻക്രിമെൻറ്റ് കൂടി കിട്ടും. അപ്പോൾ അത് 51,600 ആവും. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ഇൻക്രിമെൻ്റ് ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നീട് വരുന്ന അദ്ദേഹത്തിൻ്റെ ഇൻക്രിമെൻറ്റ് ഡേറ്റ് അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ്റെ ഡേറ്റ് തന്നെയായിരിക്കും, 1st April 2020. 20ാമത്തെ ചോദ്യം, ദ അതോറിറ്റി കോമ്പിറ്റന്റ് ടു അക്സെപ്റ്റ് റെസിഗ്നേഷൻ ഓഫ് എ ഗവൺമെൻറ് എംപ്ലോയി. ഗവൺമെൻറ് എംപ്ലോയിയുടെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന അതോറിറ്റി, അത് അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയാണ്. ആരാണോ അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷനും സ്വീകരിക്കാൻ കഴിയുള്ളൂ. 21ാമത്തെ ചോദ്യം, മാക്സിമം നമ്പർ ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ്സ് അഡ്മിസിബിൾ ടു എ ഗവൺമെൻറ് എംപ്ലോയി. ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റിൻ്റെ മാക്സിമം എത്രയാണ്? അത് 5 ഇൻക്രിമെൻറ്റ് വരെയാണ് അങ്ങനെ ലഭിക്കുക അദ്ദേഹത്തിന് സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ്. ഓപ്ഷൻ എ 5 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 22ാമത്തെ ചോദ്യം, the compassionate allowance granted to an officer shall not exceed dash of the pension
which would have been admissible to him had he retired on the date of dismissal or removal. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന കമ്പാഷനേറ്റ് അലവൻസിൻ്റെ റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ പിരിച്ചുവിടുന്ന ഡേറ്റിൽ അദ്ദേഹം നോർമലി റിട്ടയർ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്ന പെൻഷൻ്റെ 2/3 ആണ് അദ്ദേഹത്തിന് ലഭിക്കുക. ഓപ്ഷൻ ബി 2/3 എന്നാണ് എൻ്റെ ആൻസർ. 23ാമത്തെ ചോദ്യം, when an officer travels from one halting station to another station beyond 80 kilometers and halts therefore dash his halt at the first station ends. അപ്പോൾ അവിടെ അദ്ദേഹം പുതിയ സ്റ്റേഷനിൽ ഇത്ര സമയം ഹോൾട്ട് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പഴയ സ്റ്റേഷനിലെ ഹോൾട്ട് തീരുന്നത്. അത് എത്രയാണെന്നാണ് അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്. 3 or more days, 2 days, 1 day ആണ്. അപ്പോൾ അതൊന്നും വേണ്ട. അദ്ദേഹം ആ ഇത്ര മണിക്കൂറിന് മുകളിൽ അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ തന്നെ ആ ഹോൾട്ട് തീരും. അതുകൊണ്ട് എൻ്റെ കറക്റ്റ് ആൻസർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ് ആണ്. 24ാമത്തേത്, family for the purpose of TA does not include dash of the officer. TA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫാമിലിയിൽ പെടാത്തത് ആരാണെന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ഫാദറാണ്. ഓപ്ഷൻ ഡി. 25ാമത്തേത്, an assistant veterinary officer at Trivandrum is given full additional charge of assistant veterinary officer at Kollam for 3 months. The monthly rate of special allowance due to him. അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്പെഷ്യൽ അലവൻസിൻ്റെ മന്ത്ലി റേറ്റ് ആണ്. അത് ഓപ്ഷൻ സി 4% ഓഫ് ദ മിനിമം ഓഫ് ദ സ്കെയിൽ ഓഫ് പേ ഓഫ് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ. 26ാമത്തെ ചോദ്യം, ദ മാക്സിമം ലിമിറ്റ് ഓഫ് DCRG വിത്ത് എഫക്ട് ഫ്രം 1st July 2014 ഈസ്. ഓപ്ഷൻ എ 14 lakhs ആണ്. അത് 1/7/2014 മുതലുള്ള അതിൻ്റെ DCRGയുടെ മാക്സിമം ലിമിറ്റ് 14 ലക്ഷമായിരുന്നു. പുതിയ ശമ്പള പരിഷ്കരണത്തിൽ അത് 17 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. 27ാമത്തെ ചോദ്യം, എ ഹെഡ് ക്ലർക്ക് വാസ് ഇൻ ഫുൾ അഡീഷണൽ ചാർജ് ഓഫ് ദ പോസ്റ്റ് ഓഫ് ജൂനിയർ സൂപ്രണ്ടന്റ് ഫ്രം 6th December 2019 to 26th December 2019. ഹി ഈസ് എലിജിബിൾ ഫോർ ചാർജ് അലവൻസ് ഫോർ ഡാഷ് ഡേയ്സ്. അപ്പോൾ ആ ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം 21 ദിവസമാണ് ചാർജ് വഹിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 21 ദിവസത്തെ ചാർജ് അലവൻസ് ആണ് ലഭിക്കുന്നത്. ഓപ്ഷൻ ഡി 21. 28ാമത്തെ ചോദ്യം, an employee working at Trivandrum attended obligatory departmental tests at Kottayam for 5 days. Though Trivandrum was also a center, these 5 days are. And അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, not to be treated as duty since Trivandrum was also a center. അപ്പോൾ ട്രിവാൻഡ്രത്ത് ജോലി ചെയ്യുന്ന ആൾ ട്രിവാൻഡ്രത്ത് തന്നെ ടെസ്റ്റ് എഴുതിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് ഡ്യൂട്ടി ലീവ് ലഭിക്കുമായിരുന്നു. ഇദ്ദേഹം പകരം എന്ത് ചെയ്തു, കോട്ടയത്താണ് സെൻറ്ററിൽ ടെസ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ അത് ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കാറില്ല. 29ാമത്തെ ചോദ്യം, എ പേഴ്സൺ അഡ്വൈസ്ഡ് ബൈ ദ KPSC ആസ് LPSA, അതിൻ്റെ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ഡ്യൂട്ടി ഓൺ 1st December 2016. Later he was advised by the PSC to the post of UPSA carrying the same scale of pay and he joined duty as UPSA on 1st June 2017. And 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും UPSA ആയിട്ട് പോസ്റ്റിംഗ് ലഭിച്ചു. വെൻ വിൽ ഹി ഗെറ്റ് ഹിസ് ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് ഇൻ ദ പോസ്റ്റ് ഓഫ് UPSA? അത് കണ്ടിന്യൂസ് സർവീസ് ആയിട്ട് പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ഇൻക്രിമെൻറ്റ് മാറത്തില്ല. ഉണ്ടോ? അപ്പോൾ ആദ്യത്തെ ഡേറ്റ് വെച്ച് തന്നെ 1/12/2017 അദ്ദേഹത്തിന് അടുത്ത ഇൻക്രിമെൻറ്റ് ലഭിക്കും. 30ാമത്തെ ചോദ്യം, ദ പവർ ടു ഇൻ്റർപ്രറ്റ് ദ റൂൾസ് ഇൻ KSR ഇൻ കേസ് ഓഫ് ഡൗട്ട് വെസ്റ്റ് വിത്ത്. KSR എപ്പോഴും അത് പരിഷ്കരിക്കാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും അതിൽ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ അധികാരമുള്ളത് എപ്പോഴും ഗവൺമെൻറ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 31ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫോറിൻ സർവീസ് ആസ് പെർ ദ കേരള സർവീസ് റൂൾസ് ഇഫ് ആൻ ഓഫീസർ ഈസ് ഡെപ്യൂട്ടഡ് ടു ദ സർവീസസ് ഓഫ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിലേക്കാണ് അദ്ദേഹം മാറുന്നതെങ്കിൽ അത് ഫോറിൻ സർവീസായിട്ട് പരിഗണിക്കത്തില്ല. 32ാമത്തെ ചോദ്യം, an officer retired on superannuation on 30th September 2019. His total qualifying service was 9 years and 1 day. He is eligible for ഓപ്ഷൻ എ സൂപ്പറാനുവേഷൻ പെൻഷൻ എന്നാണ്. അപ്പോൾ 9 വർഷം 1 ദിവസം ഉണ്ടെങ്കിൽ തന്നെ അത് 10 വർഷമായിട്ട് റൗണ്ട് ചെയ്ത് അദ്ദേഹത്തിന് സൂപ്പറാനുവേഷൻ പെൻഷൻ അർഹതയുണ്ടാവും. 33ാമത്തേത്, an officer who has undergone heart surgery is eligible for special casual leave for a period not exceeding dash in a calendar year. ഒരു കലണ്ടർ വർഷത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് 45 days ആണ് അത്തരം സന്ദർഭങ്ങളിൽ. ഓപ്ഷൻ ഡി. 34ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ് ഈസ് നോട്ട് കൗണ്ടഡ് ആസ് ക്വാളിഫയിങ് സർവീസ് ഫോർ പെൻഷൻ? അതിൻ്റെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പീരീഡ് ഓഫ് ഓവർ സ്റ്റേയിൽ ഇൻ ഫോറിൻ സർവീസ് നോട്ട് അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ അദ്ദേഹം ഓവർ സ്റ്റേയിൽ ഫോറിൻ സർവീസിൽ സർവീസ് കാലാവധി നീട്ടിയെടുക്കുക, അത് ഒരിക്കലും പെൻഷന് വേണ്ടി കണക്കാക്കത്തില്ല.
35ാമത്തെ ചോദ്യം. An officer who is due to retire on superannuation on 31st January 2020 was granted earned leave from 1st April 2019 to 31st July 2019 and HPL thereafter up to the date of retirement as LPR. His average emoluments for pension is calculated. Option A, based on the pay he would have received had he been on duty during the period of LPR. LPR എന്ന് പറഞ്ഞാൽ ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെൻറ്റ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ലീവ് എടുത്ത് സർവീസിൻ്റെ അവസാനത്തെ പീരീഡിൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിലുള്ള ലീവുകൾ എടുത്തിരിക്കുന്നതുകൊണ്ട് ആ പീരീഡിൽ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്ന ആ ഫുൾ പേ വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പെൻഷന് വേണ്ടി അദ്ദേഹത്തിന് ആവറേജ് എംഎൽമെൻസിന് വേണ്ടി ആ പീരീഡ് എടുക്കുക തന്നെ ചെയ്യും. 36ാമത്തെ ചോദ്യം. ക്വാളിഫയിങ് സർവീസ് ഫോർ പെൻഷൻ ആസ് പെർ KSR ഇൻക്ലൂഡ്സ്. ഓപ്ഷൻ ഡി ആണ് അത് വരുന്നത്. സർവീസ് ഇൻ ദ പോസ്റ്റ് ഓഫ് ടെമ്പററി മുനിസിഫ് മജിസ്ട്രേറ്റ്. ആ സർവീസ് കൂടി പരിഗണിക്കുന്നുണ്ട്. When a person who is eligible to receive the family pension in the event of death of a government employee while in service is charged with the offence of murder of the employee or abetment of such murder and convicted of such crime on conclusion of criminal proceedings, his or her share of family pension shall be payable to. അതായത് ഫാമിലി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അപ്പോൾ അദ്ദേഹം പിന്നീട് എന്തെങ്കിലും ക്രിമിനൽ പ്രൊസീഡിങ്സിലോ അല്ലെങ്കിൽ ഒരു കൊലപാതക കുറ്റമൊക്കെ അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ട് അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫാമിലി പെൻഷൻ മറ്റാർക്കെങ്കിലും ലഭിക്കുമോ എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, അതർ എലിജിബിൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഓഫ് ദ എംപ്ലോയി ഇഫ് എനി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഓർഡർ ഓഫ് പ്രിഫറൻസ്. കണ്ടോ, അത് അദ്ദേഹത്തിൻ്റെ ഫാമിലി പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ള മറ്റാരെങ്കിലും ആ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുമെന്നാണ് അതിൻ്റെ റൂള്. 38ാമത്തേത്. ദ KSR Volume 1 and 2 apply to. ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ദോസ് പേഴ്സൺസ് ഹു എൻറ്റേർഡ് റെഗുലർ സർവീസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ എനി ഡേറ്റ് ഓൺ ഓർ ആഫ്റ്റർ 1 November 1956. 1956 നവംബർ 1 ശേഷം സർവീസിൽ വന്നിരിക്കുന്ന എല്ലാവരും ഈ KSR Volume 1 ഉം 2 ഉം അപ്ലൈ ചെയ്യാവുന്നതാണ്. 39ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പേ. പേയുടെ ഭാഗമല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് ചാർജ് അലവൻസ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. 40ാമത്തെ ചോദ്യം. ആസ് പെർ KSR വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ്. കണ്ടോ, അതിൻ്റെ ബിയും സിയും നോക്കി, അതൊന്നും ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകളല്ല. 3 months beginning on 11th December 2019 is not the same as 90 days beginning on 11th December 2019. കണ്ടോ, 3 months എന്ന് പറയുന്നത് KSRൽ ഒരു പ്രത്യേക ക്രമത്തിലാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണത്. 41ാമത്തേത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് ട്രൂ ഇൻ ദ കേസ് ഓഫ് ടെർമിനേഷൻ ഓഫ് ലീൻ. ലീനിൻ്റെ ടെർമിനേഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാൻ ബി ടെർമിനേറ്റഡ് ഓൺ ഡെത്ത്, ക്യാൻ ബി ടെർമിനേറ്റഡ് ഓൺ ഡെസിഗ്നേഷൻ ടു ടേക്ക് അപ്പ് അനദർ അപ്പോയിൻമെൻറ്റ് അണ്ടർ ദ ഗവൺമെൻറ്, ക്യാൻ ബി ടെർമിനേറ്റഡ് ഓൺ ഡിസ്മിസൽ. ഇതെല്ലാം ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പിന്നെ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ് എന്നാണ്. 42ാമത്തേത്. ഇൻ ദ കേസ് ഓഫ് എൻ എംപ്ലോയി ഹു എൻറ്റേർഡ് ഗവൺമെൻറ് സർവീസ് ഓൺ ഓർ ആഫ്റ്റർ 6th January 2006 ഹിസ് പ്രിയോർ സർവീസ് ഇഫ് എനി മേ ബി കൺസിഡേർഡ് ഫോർ സർവീസ് ബെനിഫിറ്റ്സ് ഇഫ് ഹി അപ്ലൈസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപുള്ള സർവീസ് പരിഗണിക്കുമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഓപ്ഷൻ സി ആണ്. വിത്തിൻ 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് എൻട്രി if his retirement is on or after 1st January 2012. 2012 ജനുവരി 1 ശേഷം റിട്ടയർ ചെയ്യുന്ന ആളായിരിക്കണം. അതുപോലെ അദ്ദേഹം ജോലിയിൽ കയറി 5 വർഷത്തിനുള്ളിൽ അത് അപ്ലൈ ചെയ്യുകയും വേണം. 43ാമത്തെ ചോദ്യം. ആസ് ഓൺ ഡേറ്റ് ഫോർ ഡിറ്റർമിനിങ് ദ അപ്ലിക്കബിലിറ്റി ഓഫ് റൂൾ 28A പാർട്ട് 1. റൂൾ 28A പാർട്ട് 1ൻ്റെ ആ ഫിഗറാണ് അവർ ചോദിച്ചിരിക്കുന്നത്, ആ നമ്പർ. റൂൾ 28A ഇതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ലെസൺസ് പോയി നോക്കുക. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഒന്നിലും ആ ഫിഗർ വരുന്നില്ല. അതിൻ്റെ ആൻസർ വരുന്നത് നൺ ഓഫ് ദ എബവ് ആണ്. 45ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ്സ് വിൽ നോട്ട് കൗണ്ട് ഫോർ ഇൻക്രിമെൻറ്റ്. അതിൻ്റെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓവർ സ്റ്റേൽ ഓഫ് ജോയിനിങ് ടൈം റെഗുലറൈസ്ഡ് ആസ് LWA. 46ാമത്തേത്. ദ പീരീഡ് ഫ്രം 31st January 2020 to 1st March 2020 ഈസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1 month 1 day ആണ് അത് വരുന്നത്. 47ാമത്തെ ചോദ്യം. മോണിറ്ററി ലിമിറ്റ് ഫോർ ആപ്ലിക്കേഷൻ ഓഫ് റൂൾ 28A പാർട്ട് 1 ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ്സ്. അതിൽ അത് ഡേറ്റ് ഓഫ് പ്രൊമോഷൻ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ എ. 48ാമത്തെ ചോദ്യം. ആൻ ഓഫീസർ വാസ് ഓൺ LWA അതർ ദാൻ ഓൺ MC ഫ്രം 1st September 2019 to 28th September 2019.
His last increment was on 1st February 2019. He will get his next increment with effect from. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1st February 2020-ലായിരിക്കും. 49ാമത്തേത് an officer held additional charge of a higher post and discharged the current duties attached to the higher post for 1 month in addition to his own duties. So he is eligible for charge allowance. Option B ആണ് എൻ്റെ correct answer. 50ാമത്തെ ചോദ്യം an employee in the industries department applies for permission to work in a private institution on a part-time basis in addition to his normal duties. The authority to grant his application vests with the government ആണ്. ഓപ്ഷൻ സി ഗവൺമെന്റ് ആണ് അത്തരം സന്ദർഭങ്ങളിൽ അതിന്റെ തീരുമാനം എടുക്കുന്നത്. 51ാമത്തെ ചോദ്യം when the scale of pay of an officer is upgraded with the enhanced duties and responsibilities, his fixation of pay in the upgraded scale is done under. Option C ആണ് അതിന്റെ correct answer. ruling 2.1 below rule 30 part 1. 52ാമത്തെ ചോദ്യം which of the following periods will count for probation? The period an officer waits for posting orders after reporting for duty. Option B ആണ് അതിന്റെ correct answer. 53ാമത്തേത് rule 37B part 1 is applicable for fixation of pay when an officer is reverted from a higher to a lower post. 54ാമത്തെ ചോദ്യം charge allowance should not be allowed for more than. Option A ആണ് അതിന്റെ correct answer 3 months. 55ാമത്തെ ചോദ്യം a person who entered service on or after 1st April 2013 and governed by NPS will retire from service on the last day of the month in which he completes 60 years of age. Option B ആണ് അതിന്റെ correct answer. 56ാമത്തെ ചോദ്യം which of the following is a compulsory recovery from subsistence allowance? Option C group insurance subscription. 57ാമത്തെ ചോദ്യം when an officer under suspension dies during the pendency of the proceedings against him, competent authority shall. The correct answer option A ആണ് treat the period of suspension as duty for all purposes including full pay and allowances. 58ാമത്തെ ചോദ്യം an officer entered service on 31st December 2019. When will he get his first increment? If his probation is 1 year. Probation 1 year ആകുമ്പോൾ അദ്ദേഹത്തിന് probation ഡിക്ലെയർ ചെയ്താൽ മാത്രമാണ് അദ്ദേഹത്തിന് അടുത്ത ഇൻക്രിമെന്റ് ലഭിക്കുക. ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓൺ ദ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ. 59ാമത്തെ ചോദ്യം when an officer is appointed to hold full additional charge of 2 posts in addition to his own for a period exceeding 14 working days, he is eligible for a special allowance. Option C ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. not exceeding 4% of the minimum of the scale of pay of additional post. 60ാമത്തെ ചോദ്യം സ്പെഷ്യൽ casual leave for organ transplantation and post transplantation recovery is. അത് ഇപ്പോൾ 90 ദിവസമാണ്. ഓപ്ഷൻ ഡി 90 days. 61ാമത്തെ ചോദ്യം physically disabled employees who are in receipt of conveyance allowance are eligible for special casual leave for a maximum period of dash days in a calendar year. അദ്ദേഹത്തിന് ലഭിക്കുന്ന കാഷ്വൽ ലീവ് ആണ്. അത് ഓപ്ഷൻ എ 15 ആണ്. 15 ദിവസമാണ് അഡീഷണൽ കാഷ്വൽ ലീവ് ലഭിക്കുന്നത്. 62ാമത്തെ ചോദ്യം the subsistence allowance payable to an officer under suspension is. ഓപ്ഷൻ ഡി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഹാഫ് പേ ലീവ് സാലറി ആണ്. 63ാമത്തെ ചോദ്യം HRA and CCA are payable for subsistence allowance for a period up to. ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. 180 days. 64ാമത്തേത് the date of birth of a teacher who entered government service on 1st October 1989 is 2nd June 1966. His date of retirement will be. ജൂണിലാണ് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. അപ്പോൾ അതിന് എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് സർവീസ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 30th June 2022. 65ാമത്തെ ചോദ്യം an officer dies while in service if he has 10 years of qualifying service. what is the discharge due to his family? 10 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് 12 times the salary ആയിരിക്കും. ഓപ്ഷൻ ബി. 66ാമത്തെ ചോദ്യം when the orders of dismissal is set aside by a court of law and ordered to be reinstated, the period of suspension of the employee is to be regularized as per. അത്തരം സന്ദർഭങ്ങൾ അത് റെഗുലറൈസ് ചെയ്യുന്ന റൂൾ 56A part 1. 67ാമത്തേത് compensation leave should not be accumulated for more than. option B 10 days. 68ാമത്തേത് ex gratia allowance admissible to an officer during the period of LWA for the treatment of cancer
അവിടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന എക്സ്ഗ്രേഷ്യ അലവൻസ് ഓപ്ഷൻ ഡി 35% ഓഫ് ബേസിക് പേ ആണ്. 69ാമത്തെ ചോദ്യം LWA for taking up employment abroad or within India will option B will not be count for any service benefits. 70ാമത്തെ ചോദ്യം the date of birth of an employee whose year of birth is known but not the exact month and date is reckoned as അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാസവും ഡേറ്റും ഒന്നും അറിയില്ലെങ്കിൽ അത് ഇറ്റ് ഈസ് ടേക്കൺ ആസ് 1st July of the year ഓപ്ഷൻ ഡി. 71ാമത്തെ ചോദ്യം an LD clerk applied for earned leave for 20 days at the end of his first year of service. The sanctioning authority sanctioned LWA for 20 days against the earned leave applied for. In this case, which of the following statement is true? കണ്ടോ, അപ്പോൾ അത് എൻഡ് ലീവിന് അപ്ലൈ ചെയ്തിട്ട് LWA ആക്കി മാറ്റിയിരിക്കുകയാണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. സാങ്ഷനിങ് അതോറിറ്റി കനോട്ട് alter the nature of leave applied for on any ground and hence his action is irregular. 72ാമത്തെ ചോദ്യം an employee on transfer has to travel by road 10 kilometers at the beginning and 12 kilometers at the end of the train journey to join the new station. What is the journey time admissible for these journeys by road? അത് 1 day ആണ് for the total road distance taken together. ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 73ാമത്തെ ചോദ്യം മിനിമം സർവീസ് ഈസ് റിക്വയർഡ് ഫോർ ഗ്രാൻഡ് ഓഫ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ LWA അണ്ടർ റൂൾ 91A. 74ാമത്തേത് maximum limit of joining time admissible on transfer involving a change of station is option B ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ 30 days including Sundays. 75ാമത്തേത് which of the following is true in respect of granting leave not due ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ it can be granted when no other leave is at the credit of the officer. 76ാമത്തെ ചോദ്യം an officer working at Malappuram was transferred to Trivandrum on 1st June 2019. His wife working in another department at Malappuram was transferred to Trivandrum on 1st January 2020. Regarding their eligibility for transfer TA, option B ആണ് എൻ്റെ correct answer. Both of them can claim separate TA. 77ാമത്തെ ചോദ്യം an officer in district audit office at Alappuzha was deputed for training in IMG at Kozhikode for 3 months from 1st October 2019. He is eligible for full DA for halt for the first 30 days. ആദ്യത്തെ 30 ദിവസം അദ്ദേഹത്തിന് ഫുൾ ഡി ആണ് ലഭിക്കുന്നത്. 78ാമത്തേത് the pension for a month is payable on the first day of the same month. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 80ാമത്തെ ചോദ്യം the maximum period of leave not due admissible during the entire period of service is option C 360 days ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 81ാമത്തെ ചോദ്യം earned leave salary is admissible for option A maternity leave. 82ാമത്തെ ചോദ്യം in transfer change of station is involved if the distance between the two places is option D 8 or more kilometers. 83ാമത്തെ ചോദ്യം an officer was transferred from station A to station B which is almost 400 kilometers away. He had to travel 150 kilometers by rail and the balance portion by road. What is the maximum journey time he can avail? Option A 3 days ആണ് അതിൽ വരുന്നത്. 84ാമത്തെ ചോദ്യം which of the following is true in respect of casual leave? Option C ആണ് correct answer. Casual leave when combined with Sundays and authorized holidays, the total absence from duty should not exceed 15 days. 85ാമത്തെ ചോദ്യം which of the following proceedings is contrary to rules? Option D earned leave was retrospectively commuted into commuted leave. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. 86ാമത്തെ ചോദ്യം the joining time eligible to officers re-employed in service is re-employed employeesന് അവർക്ക് ആക്ച്വൽ ജേർണി ടൈം മാത്രമാണ് ലഭിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 87ാമത്തെ ചോദ്യം an officer was transferred in public interest to another office in the same station. He was relieved on the forenoon of 13th December 2019. 14th is second Saturday and 15th Sunday. When should he join duty in the new office? ഉണ്ടോ, അപ്പോൾ അവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ജോയിൻ ചെയ്യേണ്ടത് ഓപ്ഷൻ എ ആഫ്റ്റർനൂൺ ഓഫ് 13th December. ജോയിനിങ് ടൈം എന്നുള്ള ആ വീഡിയോ പോയി കാണുക, ഡീറ്റെയിൽസ് എല്ലാം കാണാവുന്നതാണ്. 88ാമത്തേത് the right of deputation allowance of officers deputed to foreign services. അത്തരം സന്ദർഭങ്ങളിൽ no allowance for deputation. 89ാമത്തെ ചോദ്യം if an officer having basic pay of rupees 60,900 as on 1st July 2018 goes on tour by road in public conveyance, his 2TA comprises of അദ്ദേഹത്തിന് ലഭിക്കുന്ന 2TA എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആക്ച്വൽ എക്സ്പ്രസ് ബസ് ഫെയർ പ്ലസ് ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് അറ്റ്
80 paise per kilometer. അതൊരു കണ്ടീഷൻ ഉണ്ട്. ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് സബ്ജക്റ്റഡ് ടു എ മിനിമം ഓഫ് ഹോൾട്ട് ഡി എ. 90ാമത്തെ ചോദ്യം, മാക്സിമം എമൗണ്ട് ഓഫ് പെൻഷൻ ദാറ്റ് കൻ ബി കമ്മ്യൂട്ടഡ് ഇൻ റെസ്പെക്ട് ഓഫ് റിട്ടയർമെൻറ്റ്സ് ഓൺ ഓർ ആഫ്റ്റർ 1 July 2009 ഈസ്. അതിൻ്റെ പെൻഷൻ കമ്മ്യൂട്ടേഷൻ്റെ ഇത് റേറ്റ് അത് ഉയർത്തിയിരുന്നു. ഇപ്പോൾ അത് ഓപ്ഷൻ ബി 40% ആണത്. 91ാമത്തേത്, an officer drawing basic pay rupees 72,000, DA rupees 14,400 and HRA rupees 1,500, retired from service on 31st July 2019. If he had a qualifying service of 27 years, DCRG admissible is. ഇവിടെ DCRG കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. DCRG കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 11,66,400. 92ാമത്തെ ചോദ്യം, the liabilities of an employee should be quantified and intimated to him before his retirement if possible or after retirement within a period of, option D ആണ്, 3 years. 93, who among the following is not a member of the family in the context of transfer TA? The option D ആണ്, employed husband of the female officer. 94ാമത്തേത്, the rate of DA admissible for intermediate halt beyond 200 kilometers when the journey is performed in a departmental vehicle. അത്തരം സന്ദർഭങ്ങളിൽ അത് ഓപ്ഷൻ ബി ആണ്, ഹാഫ് DA. 95ാമത്തെ ചോദ്യം, an officer died in service after 1 month of pensionable service. His wife is, and correct answer option D ആണ്, eligible for family pension at the normal rate of 30% of the last pay drawn till her death or remarriage. 97ാമത്തെ ചോദ്യം, which of the following qualifies for pension? ഓപ്ഷൻ സി ആണ്, LWA granted under Rule 91A Part 1. 98ാമത്തെ ചോദ്യം, for the purpose of commutation, while calculating the percentage of pension, if a fraction comes, that fraction has to be. പെൻഷൻ കമ്മ്യൂട്ടേഷനെ കുറിച്ച് വളരെ വിശദമായി ഞാൻ എൻ്റെ വീഡിയോ ലെസൺസിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ പോയി കാണുക. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഫ്രാക്ഷൻ വരുമ്പോൾ അത് ഇറ്റ് ഹാസ് ടു ബി ഇഗ്നോർഡ്, അത് നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. 99ാമത്തെ ചോദ്യം, ആവറേജ് എമിലുമെൻറ്റ്സ് ഓഫ് ആൻ ഓഫീസർ ഹാവിംഗ് 25 years ഓഫ് ക്വാളിഫയിങ് സർവീസസ് ₹45,000. വാട്ട് ഇസ് ഹിസ് ബേസിക് പെൻഷൻ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബേസിക് പെൻഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്, നമ്മൾ പെൻഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലെസൺസ് ഒക്കെ പോയി നോക്കുക. അപ്പോൾ അതിൻ്റെ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആവറേജ് എമിലുമെൻറ്റ്സിൻ്റെ പകുതി, ഹാഫ് ദ ആവറേജ് എമിലുമെൻറ്റ്സ് ഇൻറ്റു ക്വാളിഫയിങ് സർവീസ് ബൈ 30 ആണല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ₹18,750. ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 100ാമത്തെ ചോദ്യം, അപ്പർ റൗണ്ടിങ് ഓഫ് പെൻഷൻ ഈസ് പെർമിസിബിൾ ഫോർ. അത് ഏത് കേസിലാണ് അപ്പർ റൗണ്ടിങ് പെർമിസിബിൾ ആയിട്ടുള്ളത്? അത് ഓപ്ഷൻ സി ആണ്, സൂപ്പർ ആനുവേഷൻ പെൻഷൻ. അപ്പോൾ 100 ചോദ്യങ്ങൾ, വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതോടെ നമ്മുടെ ജൂലൈ 2021 എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് അവരുടെ KSRൻ്റെ പേപ്പർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുക. അവരുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.